പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ. സ്നേഹബഹുമാനപ്പെട്ട സഹോദരീ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഏറ്റവും ആദ്യമേ തന്നെ പാലപ്പൂർ ഇടവക കുടുംബത്തിന് ഇടവക തിരുനാളിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ ഔദ്യോഗിക തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും ആശംസകളും സ്നേഹപൂർവ്വം അർപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട സമയം പറഞ്ഞതുപോലെ ഇടവകയിലെ എല്ലാ തൊഴിലാളികളെയും സംബന്ധിച്ച് ഈ ബലിയർപ്പിക്കുമ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയും അർപ്പണബോധവും എപ്പോഴും പ്രദർശിപ്പിക്കുവാൻ കൃപയ്ക്ക് വേണ്ടി യാചിക്കാൻ തൊഴിൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും സമർപ്പിച്ചുകൊണ്ട് ശരിയായിട്ടുള്ളൊരു ഉത്തരം ദൈവം നമുക്ക് നൽകട്ടെ എന്ന അപേക്ഷയോടുകൂടി ഈ ബലിയിൽ നമുക്ക് പ്രവേശിക്കാം. ഭക്തിയോടും യോഗ്യതയോടും കൂടെ ഈ ബലിയർപ്പിക്കുവാൻ ഒരു നിമിഷം നമ്മുടെ കുറവുകളെ ബലഹീനതകളോർത്ത് പശ്ചാത്തലിച്ച് ദൈവത്തിന് മുൻപിൽ മാപ്പിനായി അവന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുവാനാകട്ടെ. Deus
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേ ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായില്ല. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ലഭിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണ ഫലം കൈവരിക്കുവാൻ ആർദ്രരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുള്ള പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല, എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹമൊന്നില്ലെന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവം
കർത്താവിനോടുകൂടെ സുവിശേഷമുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ രക്ഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്തിട്ട് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവൻ കുപ്പായം കൂടി എടുക്കുന്നതെന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവന് കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവരോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കുകയും നിറച്ചവന്ന് അവർ നിങ്ങളുടെ മുന്നിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവിന്റെ സുവിശേഷം. സ്നേഹത്തോടെ കോവിഡ് കാലഘട്ടത്തിലായതുകൊണ്ട് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ ഈ നാളുകളിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങൾക്ക് നമ്മളൊരു വിശേഷം കൂടെ അഡ്ജക്റ്റീവ് കൂടെ ചേർത്ത് പറയുന്നു. കാരണം സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക. ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കും 2020 തിരുനാൾ കോവിഡ് തിരുനാളാണ്. ഒരിക്കൽ നമ്മൾ മറക്കില്ല. ഈ ഒരു തിരുനാളിൽ ഇന്ന് നാം ശ്രമിച്ച വചനത്തിന്റെ പശ്ചാത്തലത്തിൽ കുരിശിന്റെ ആത്മീയതയെ, കുരിശ് എപ്പോഴാണ് മഹത്വീകരിക്കപ്പെടുന്നത് എന്ന് ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ തിരുവചനം, വിശേഷിച്ച് സുവിശേഷം വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നത്. കുരിശെ മനോജ്ഞ വൃക്ഷമേ നിന്നിലാണ് രക്ഷ എന്ന് നമ്മൾ ഏറ്റുപാടുമ്പോൾ ഈ വായനയെ കുരിശിന്റെ ചുവട്ടിൽ ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ വ്യക്തമായിട്ട്
നമ്മളോട് പറയുന്നു, പ്രിയപ്പെട്ട മക്കളെ, 2020 കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരുപക്ഷെ നാളിതേ വരെ നമ്മൾ ആഘോഷിച്ചു പോകുന്ന തിരുനാളിനേക്കാൾ വേറിട്ട് നിൽക്കുന്ന ഒരനുഭവം കുരിശിന്റെ ആത്മീയതയിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ട് നമ്മെ ക്ഷണിക്കുന്ന ഒരു അന്തരീക്ഷം, സാമൂഹിക പശ്ചാത്തലം. വചനം പറയുകയാണ്, നിങ്ങൾ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് നേരെയാണുള്ളത്. കുരിശ് നമ്മളോട് മന്ത്രിക്കുന്നത് തന്നെയാണ്. കുരിശ് നമുക്ക് നൽകുന്ന സന്ദേശവും മറ്റൊന്നല്ല. യേശു തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി, തന്റെ ജീവന് വേണ്ടി മുറവിളി കൂട്ടിയവർക്ക് വേണ്ടി, കർത്താവേ അവർക്ക് രക്ഷ നൽകണമേ, അവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഉൾബലം ലഭിച്ചത്, അകക്കാമ്പിൽ നിന്നും ലഭിക്കുന്ന ഒരു ആത്മീയ ഊർജം സ്വായത്തമാക്കിയത് കുരിശിൽ തന്നെ കരങ്ങളിൽ പിടിച്ചപ്പോഴാണ്. അപ്പോൾ കുരിശ് നമ്മളോട് പറയുന്നത്, യു ഹാവ് ടു വാക്ക് ആൻ എക്സ്ട്രാ മൈൽ. ഒരു മൈൽ ദൂരം നീ സഞ്ചരിക്കണം. അതിനുവേണ്ടിയുള്ള ക്ഷണമാണ് കുരിശ് നമുക്ക് നൽകുന്നത്. കുരിശ് മഹത്വീകരിക്കപ്പെടുന്നത്, കുരിശ് പുഷ്പമണിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സാധാരണ ജീവിത ക്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല, അതിൽ നിന്ന് ഒരു പടി ദൂരം മുന്നോട്ട് പോകുവാനായിട്ട്, ഒരു മൈൽ അല്ല മുന്നോട്ട് നടക്കുവാനായിട്ട് എപ്പോഴാണ് നമ്മൾ ശ്രമിക്കുന്നത്, അന്ന് കുരിശ് നമ്മുടെ ജീവിതത്തിൽ പൂവണിയും കുരിശ് മഹത്വീകരിക്കപ്പെടും. അതല്ല എങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ്യമനുസരിച്ച് കുരിശ് നിനക്കൊരു പൗരുഷമായി മാറും. അപമാനത്തിന്റെ, പരാജയത്തിന്റെ, അപഹാസ്യത്തിന്റെ അടയാളമായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ ചില മനുഷ്യർ നമ്മുടെ അടുക്കലേക്ക് വരുന്നത് കാണുമ്പോൾ ദൈവം കുരിശ് അപഹാസ്യത്തോടുകൂടി, ഭാരത്തോടുകൂടി നമ്മൾ കുരിശിനെ വിശേഷിപ്പിക്കും ഈ കാലഘട്ടത്തിൽ പോലും. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ അറിയാതെയാണെങ്കിലും നമ്മൾ മനസ്സിൽ ആദരിച്ചു പോകും. ആ കുരിശിന്റെ ചുവട്ടെടുത്ത് പോയിരുന്നുവെങ്കിൽ, ആ കുരിശിനെ നോക്കിയിരുന്നുവെങ്കിൽ, കുരിശെന്നോട് മന്ത്രിക്കും, നീ എന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, വേദനകളൊക്കെ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. ജീവനില്ലാത്ത കുരിശല്ല, ജീവനുള്ള കുരിശാണ്. സംവേദിക്കുന്ന, നമ്മളോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന കുരിശ്. എന്റെ വേദന, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കുരിശ്. ഒരുപക്ഷെ ക്രൂശനായ ഈശോയെ നോക്കി നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ പറയും, പല സന്ദർഭങ്ങളിൽ പലതവണ ആവർത്തിച്ചു കേൾക്കുന്നത് പോലെ, പ്രിയപ്പെട്ട മകനെ, മകളെ, നീ കാണുന്നില്ല, കുരിശിന്റെ ഒരു വശം മാത്രമാണല്ലോ ഞാൻ നിനക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച് എന്റെ ജീവൻ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുരിശ് നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകണമെങ്കിൽ, ഈ കുരിശ് നിന്റെ ജീവിതത്തിൽ ഫലമണിയിക്കണമെങ്കിൽ, നിന്റെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉത്തരം നൽകണമെങ്കിൽ അതിന്റെ മറുവശത്തേക്ക് പോകുവാനായിട്ട് നിനക്ക് സാധിക്കണം. അതേ പ്രിയമുള്ളവരെ, 2020 കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തില് പാലപ്പൂർ ഇടവക കുടുംബം തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശവും മറ്റൊന്നല്ല. കുരിശ് നമ്മളോട് മന്ത്രിക്കുന്നു, നിനക്ക് ചില പ്രതീക്ഷകളുണ്ട്. ഇന്നത്തെ വചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, നിനക്ക് ചില പ്രതീക്ഷകളുണ്ട്. എന്നാൽ ഈ പ്രതീക്ഷ പൂവണിയെങ്കിൽ നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരും, നിന്റെ ആവശ്യങ്ങൾ മറ്റുള്ളവർ സാധിച്ചു തരും, അതിനുവേണ്ടി കാത്തിരിക്കരുത്. എന്നാൽ മറ്റുള്ളവർ നിനക്ക് എന്താണോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നീ ചെയ്തു തുടങ്ങുക. പ്രകൃതിയുടെ നിയമവും അതാണല്ലോ.
ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും പ്രതിപ്രവർത്തനമുണ്ട്. അപ്പോൾ ഞാൻ നന്മയും സമാധാനവും സന്തോഷവും കാക്ഷിക്കുന്നുവെങ്കിൽ, പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? ഞാൻ അത് കൊടുക്കുവാനായി സാധിക്കണം. എനിക്ക് നന്മ കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് മാത്രമാണ് എന്റെ സഹജീവികൾ, എന്തിനേറെ പ്രപഞ്ചം പോലും എനിക്ക് നന്മയായി തിരിച്ചു നൽകും. എനിക്ക് നന്മയായി തിരിച്ചു നൽകും. എങ്കിൽ വളരെ വ്യക്തമായ ഉദാഹരണമാണ്. നമ്മൾ ഈ ഭിത്തിയെ നോക്കി ഉറക്കെ ഞാൻ ഏറ്റു പറയുന്നത് എന്റെ നേതൃത്വത്തിന്റെ പ്രതിഫലമായിട്ട് നീ നശിച്ചു പോകട്ടെ എന്ന് ഞാൻ ഉറക്കെ പറയുകയാണെങ്കിൽ എന്റെ മുഖത്തേക്ക് അത് ഞാൻ പറഞ്ഞ ശബ്ദത്തെക്കാൾ മുഖരിതമായി വലിയ ശബ്ദത്തിൽ പറയുന്നു, നീ നശിച്ചു പോകട്ടെ. എന്നാൽ നിനക്ക് നന്മ വരട്ടെ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതേ ശബ്ദം എന്നെ നോക്കി പറയും, നിനക്ക് നന്മ വരട്ടെ. ലൂക്കാസ് സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ടാണ് കുരിശിന്റെ ആത്മീയത ഇന്നത്തെ വചനത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചൊരു കാര്യമില്ല. നീ അളന്ന് കൊടുക്കുന്നത്, നീ കൊടുക്കുന്ന അതേ അളവുകൾ വെച്ച് നിനക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, കുരിശിന് ഭാരമായിട്ടാണ്, ശാപമായിട്ടാണ് നമ്മൾ തരുന്നത്. അതോ നന്മയുടെ, രക്ഷയുടെ, അഭിമാനത്തിന്റെ അടയാളമായിട്ടാണ് തരുന്നത്? എപ്പോഴാണ് ഇത് അഭിമാനമായി മാറുന്നത്, രക്ഷയായിട്ട് മാറുന്നത്? എനിക്ക് ചുറ്റുമുള്ളവരോട് ഞാൻ ആർദ്രതയോടുകൂടി, കരുണയോടുകൂടി സാന്ത്വനത്തിന്റെ വാക്കുകൾ, പ്രവൃത്തികൾ പങ്കുവെക്കുമ്പോൾ അതിന്റെ പ്രതിഫലനം എനിക്കുണ്ടാകുന്നു. എങ്കിൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശു നയിച്ച പ്രാർത്ഥന, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഈ ബലിയർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് ഉത്തരവില്ലാതെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കുരിശിനൊരു ശക്തിയുണ്ടല്ലോ, അത് എന്നോട് സംവേദിക്കട്ടെ. എന്റെ കുടുംബത്തോട്, നിരാശയാകുന്ന മക്കളോട് പ്രതീക്ഷയുടെ സന്ദേശം നൽകട്ടെ. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ കൊടുക്കുന്നതിന് ആനുപാതികമായി അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി മുന്നോട്ടായിട്ട് നിനക്ക് തിരിച്ചു കിട്ടും. നീ എന്ത് കൊടുക്കുന്നു എന്നതാണ് ചിന്തനീയം. അതെ, നമുക്ക് സമാധാനം നൽകാം, സന്തോഷം പങ്കുവയ്ക്കാം, പ്രതീക്ഷ നൽകാം, സദ്വാർത്ത പങ്കുവയ്ക്കാം. അത് തിരിച്ച് എനിക്കും എൻ്റെ ഇടവകയ്ക്കും എൻ്റെ കുടുംബത്തായ്മയ്ക്കും ലഭിക്കുന്നതായിരിക്കും. കുരിശ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈ പ്രദേശത്തെ ആകമാനവും അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടിരിക്കുന്ന മഹാമാരികളിൽ നിന്ന് നമുക്കൊരു മോചനം നൽകുവാനുള്ള കരുത്തായിട്ട് ഉൾവെളിച്ചമായിട്ട് മാറട്ടെ. അതിനായി തിരുനാളിന്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനാശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഈ ബലി അർപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. വചനം ശ്രമിച്ചു, വചന സന്ദേശം നമ്മൾ ഉപയോഗിക്കുന്നു. കുരിശ് നൽകുന്ന ആ മനോഹരമായുള്ള സന്ദേശം ശ്രമിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ശക്തിയിലോ കഴിവിലോ അല്ല ആ നന്മ, അതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൂടെ ഒന്നു ചെയ്യുമ്പോഴാണ്. സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, യാതന അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും വിശ്വാസപൂർവ്വം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കിപ്പോൾ സമർപ്പിക്കാം.
സഹോദരരെ, നമ്മൾ ഒന്നിച്ച് നിർമ്മിക്കുന്ന പരിശുദ്ധമായി സംരക്ഷിക്കുന്ന പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, കുരിശിന്റെ ആൾക്കാരെ സകലോകത്തിനെ പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയേർപ്പെടാം ഞങ്ങൾ എല്ലാ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേയും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മരണം ഉദയം ചെയ്തെടുത്ത് ജീവൻ ഉദ്ധാനം ചെയ്യുവാൻ കുരിശുമരത്തിൽ മാനവരാശിയുടെ രക്ഷ അങ്ങ് സംസ്ഥാപിച്ചു. മരത്തിൽ വിജയിച്ചവരെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവിടുത്തെ വഴി മാലാഖമാരെ പ്രാർത്ഥന വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സരാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു.
അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സകലങ്ങളും കർത്താവ് ദൈവം പരിശുദ്ധൻ. കർത്താവേ, സർവവിശുദ്ധിയിലെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ കണ്ണുകളെ പോലെയും കാണിക്കകളെ മാറ്റിക്കൊള്ളാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനങ്ങളെ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സമരസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാദപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാദപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്തു. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാദഭാഗവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങള് പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിരുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോട് ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സൗഭാഗ്യം ഉണ്ടാകും
പ്രത്യാശയോടും ഞങ്ങളെ സഹോദരങ്ങളെയും അങ്ങേ ധാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യയുടെ ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനെ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അംഗീകൃതനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിലൂടെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്ക് അങ്ങയുടെ സഹായിക്കാൻ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്റെ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ കണ്ടാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകിയിട്ട് നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൾ
അനുഗ്രഹീത. അങ്ങനെ പ്രതീക്ഷിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ആശീർവദിച്ചാൽ മാത്രം മതി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ദിവ്യപെരുന്നാൾ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവര് ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പരിമിതമായ സാഹചര്യത്തിലും തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്നെ ക്ഷമിക്കുകയും ഈ ഇടവക കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുവാനുള്ള അവസരം പ്രതീക്ഷിച്ച ബഹുമാനപ്പെട്ട സൗദിയച്ഛനും ഇടവക കൗൺസിലർക്ക് ഇടവകമാർക്ക് നന്ദി അറിയിക്കുന്നു. ഒപ്പം തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനാശംസകളും ഒരിക്കൽ കൂടെ ഞാൻ നേരുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യബലി സമാപിച്ചു. സന്തോഷത്തിലും സമാധാനത്തിലും പോകുവിൻ. Amen.